ശ്രീ രാഹുൽ ഈശ്വർ, ഇക്കാര്യത്തിൽ താങ്കൾക്കും യോജിപ്പുണ്ടെന്ന് എനിക്ക് തോന്നുകയാണ്. അത് മാത്രമല്ല, ഇവിടെ പുതിയ താവളം തേടി പോകുവാൻ അമ്മയിലെ ചിലരെങ്കിലും തയ്യാറാവുകയാണ്. അതിപ്പോൾ ജോസ് തോമസ് ഒരു മുക്കാൽ ഭാഗം ഇവിടെ വെളിപ്പെടുത്തി കഴിഞ്ഞു. അത് ആരാണെന്ന് ഏകദേശമൊക്കെ ഇപ്പോൾ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. മത്സരിച്ച് തോറ്റ ആളുകളാണ് അങ്ങനെ പോയത്. അതായത് അവിടുത്തെ ആ ന്യൂനപക്ഷം, അമ്മയിൽ ഈ പിന്തുണയുടെ കാര്യത്തിൽ ന്യൂനപക്ഷമായി നിൽക്കുന്നവർ. ശ്രീ മഞ്ജുഷ്, ജോസ് തോമസ് സാർ വളരെ ക്ലാരിറ്റിയോടാണ് പറഞ്ഞത്. കേൾക്കുന്ന എല്ലാവർക്കും എന്താണ് അദ്ദേഹം പറഞ്ഞതെന്നും അദ്ദേഹം ഉദ്ദേശിച്ചതെന്നും കൃത്യമായി മനസ്സിലായി. സിനിമാ മേഖലയിൽ നിന്ന് അദ്ദേഹത്തെ പോലുള്ളവർ കുറെ കൂടെ ക്ലാരിറ്റിയോടുകൂടി ഇത്തരം കാര്യങ്ങൾ കൂടുതലായി പറയണമെന്നുള്ളതാണ് ഞാൻ അടക്കമുള്ള സിനിമാ പ്രേമികളുടെ അഭ്യർത്ഥന. കാര്യം ഇല്ലെങ്കിൽ പലപ്പോഴും അഭ്യൂഹങ്ങളും ഗോസിപ്പുകളും ഒക്കെയാണ് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യേണ്ടി വരിക. രണ്ട്, ശ്രീമതി മിനി മാഡത്തോട് പല വിഷയങ്ങളിലും വിയോജിപ്പുണ്ടെങ്കിലും ഈ വിഷയത്തിൽ മാഡം മുമ്പോട്ട് വെക്കുന്ന പോസിറ്റീവായ, അതായത് ഫെഫ്കി അടക്കമുള്ള സംഘടനകൾ മുമ്പോട്ട് വന്ന് സൊല്യൂഷൻ സെൻട്രിക്കായി ചിന്തിക്കുന്നുണ്ട് എന്ന് മാഡത്തെ പോലെ സ്ത്രീപക്ഷത്തിന് വേണ്ടി അക്നോളജ് ചെയ്യുന്ന ഒരാൾ ഉള്ളതിൽ വളരെ സന്തോഷമാണ്. അത് തന്നെയാണ് വേണ്ടത്. നമുക്കൊരു സൊല്യൂഷൻ സെൻട്രിക് ആയ പരിഹാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കേണ്ട കാര്യം. ഇനിയെങ്കിലും നമുക്ക് ഈ AMM എന്നൊന്നും ബുദ്ധിമുട്ടി വിളിക്കണ്ട. അമ്മ എന്ന് നല്ലൊരു പേരുണ്ടല്ലോ നമ്മുടെ മലയാളത്തിൽ മനോഹരമായി ഇട്ടിരിക്കുന്ന. പിന്നീട് അതിനൊരു ഫുൾ ഫോം കണ്ടെത്തിയ അമ്മ എന്ന പേരുണ്ട്. 30 വർഷമായി അമ്മ തുടങ്ങിയിട്ട്. 1994-ലാണ്. ഇന്ത്യൻ സിനിമാ രംഗത്ത് ഇല്ലാത്തൊരു വലിയ മുന്നേറ്റമായിരുന്നു അമ്മ. ഇപ്പോ നമുക്ക് നടികർ സംഘത്തിന്റെ വിഷയം അറിയാം. അവിടെ വിശാൽ അടക്കം വന്നപ്പം കായികമായി പോലും വിശാലിനെ ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായി 2022. എവിടെയാണ് അമ്മ എന്ന സംഘടന ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? അവിടെയാണ് അമ്മ എന്ന സംഘടനയ്ക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടായപ്പോ കൂടെ ഉള്ളവരോടക്കം ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മുഴുവൻ രാജിവെക്കുകയും എന്നാൽ കൈനീട്ടം അടക്കമുള്ള കാര്യങ്ങൾ 125ഓളം പേർക്ക് 5000 രൂപ പെർ മന്ത് ഉള്ള കൈനീട്ടം അടക്കം കണ്ടിന്യൂ ചെയ്യുന്നു പറയുകയാണ് അവർ ചെയ്തത്. ഒരു കാര്യം മാത്രം ചൂണ്ടിക്കാട്ടുകയാണ്, അമ്മ ചെയ്യുന്ന നല്ല കാര്യങ്ങളോ അമ്മ ചെയ്ത മുന്നേറ്റങ്ങളെ ഒന്നും നമ്മൾ കാണാതിരിക്കണം. ഉദാഹരണം, ഒരു ഇൻഡസ്ട്രി മുഴുവൻ ഒരുമിച്ച് വന്ന് 2020 എന്നൊരു സിനിമ എടുക്കുക. എനിക്ക് തോന്നുന്നില്ല അഭിനേതാക്കളുടെ പ്രശ്നമാണ് ഏറ്റവും കൂടുതൽ അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് ഹേമ കമ്മിറ്റിയിൽ. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു സംഘടനയാണ് ഒളിച്ചോടിയത്. അത് മാത്രമല്ല, അവിടെ നിന്ന് ഇപ്പോൾ വിമത നീക്കം ഉണ്ടാവുകയാണ്. ഇപ്പോൾ ജോസ് തോമസ് അതിനെ വലിയ വാക്കുകളാണ്. അല്ലല്ല, ജോസ് തോമസ് അതിനെ ഭംഗിയായിട്ട് അങ്ങനെയല്ല എന്ന് പറയുമ്പോഴും അവിടെ ഈ സംസാരിച്ചിരിക്കുന്നവർ അവിടെ മത്സരിച്ച് തോറ്റവർ എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. ശ്രീമതി ടി ബി മിനി AMMA എന്നുള്ള കാര്യം താങ്കൾ തിരുത്തുമോ? രാഹുൽ ആവശ്യപ്പെട്ട പ്രകാരം AMMA എന്നുള്ളത് താങ്കൾ തിരുത്തുമോ? ഞാൻ എന്തായാലും അമ്മ എന്ന് തന്നെയാണ് വിളിച്ചിട്ടുള്ളത്. അല്ല, അവിടെയാണ് ഞാൻ പറഞ്ഞത്. നമ്മള് ഈ അമ്മയൊന്ന് മോശമാക്കാൻ അമ്മ എന്ന വാക്ക് അവരോട് ചേർത്ത് പറയുന്നതൊക്കെ കരുതുന്നതിന് അർത്ഥമില്ല. അമ്മ ചെയ്ത ഒരുപാട് സേവന പ്രവർത്തികളുണ്ട്. ഒരു കുടുംബത്തിലെ ഐക്യം പോലെ അമ്മ, അതായത് ഫെഫ്കി അടക്കം ഇപ്പം കൊണ്ടുവന്ന ഇൻഷുറൻസ് വർഷങ്ങൾക്ക് മുമ്പ് അമ്മ കൊണ്ടുവന്നു. ജോസ് തോമസ് സാറിന് തെറ്റാണെങ്കിൽ തിരുത്താം. ഞാൻ മനസ്സിലാക്കുന്നത് 2023-24 അടക്കം 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കൊണ്ടുവന്നു. സമാനമായ പല ഇനീഷ്യേറ്റീവ്സും അമ്മ ഒരുപാട് കാലം മുമ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ സിനിമകളിൽ ഒന്നും കാണാത്ത പോലെ ഒരുമിച്ച് നിന്ന് 2020 എടുക്കുകയും മറ്റും കൊണ്ടുവന്നു. ഒരു പോസിറ്റീവ് കാണാതിരിക്കും. മറുപടി ശ്രീമതി ടി ബി മിനി. ഈ ഞാൻ AMM എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അമ്മ എന്ന് പറയുന്നതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. രാഹുലിന് വേണമെങ്കിൽ അമ്മ എന്ന് വിളിക്കാം, ഞാൻ അതിന് തടസ്സമല്ല. പക്ഷെ AMM എന്ന് പറഞ്ഞ സംഘടന ഒരു സംഘടനയാണെങ്കിൽ ഒരാൾക്കിതിന് ഒരു ആരോപണം വന്നു. ഈ ഫെഫ്ക അഡ്രസ് ചെയ്ത വിഷയം എന്താ? സിനിമാ മേഖലയിൽ സെക്ഷൽ ഹരാസ്മെന്റ് ഉണ്ട്. ഈ ചിലപ്പോ ഇതിന്റെ സെക്രട്ടറിക്കെതിരായിട്ട് തന്നെ ആരോപണങ്ങൾ വന്നേക്കാം. ആ സെക്രട്ടറിനെ മാറ്റി വേറൊരാളെ വെക്കുക എന്നതല്ലാതെ ആ സംഘടനയെ, അതിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റീനെ, ജനറൽ ബോഡി വിളിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കമ്മിറ്റീനെ മുഴുവൻ ആളുകളും രാജിവെച്ച് പോകുക എന്ന് പറയുന്നത് എന്തൊരു അബ്സർഡിറ്റിയാണ്. കേരളം പോലൊരു സംസ്ഥാനത്ത്, ഇത്രയധികം സംഘടിതമായിട്ടുള്ള മൂവ്മെന്റ് ഉണ്ടായിട്ടുള്ള ഒരു സംസ്ഥാനത്ത് ഈ കൊച്ചു കുഞ്ഞുങ്ങള്, ക്ലബിലെ ആളുകളുണ്ടല്ലോ, ഇപ്പൊ ഓണാവുമ്പോ ഒക്കെ കണ്ടിട്ടില്ലേ, ആ ക്ലബിലെ ആളുകൾ വരെ പരിഹസിച്ച് ചിരിക്കും. ഒരു വിഷയം ഉണ്ടായി, ഒരു സെക്ഷൽ ഹരാസ്മെന്റ് എന്ന് പറയുന്ന വിഷയം തന്നെയാണ് ഉണ്ടായത്. ആ വിഷയത്തിൽ പേടിച്ചിട്ടെല്ലാവരും ഓടുകയാണ്. ഇനി ഞങ്ങൾ ഈ സ്ഥാനത്തിരിക്കില്ല, ആ സ്ഥാനത്തിരിക്കുന്നതുകൊണ്ടാണ് ആരോപണങ്ങൾ എന്ന് ചിലപ്പോ അവർ വിചാരിച്ചു കാണും. അതുകൊണ്ടാണ് ഇനി ഞങ്ങളില്ല എന്ന് പറഞ്ഞിട്ട് കുറെ ആളുകൾ. രാഹുൽ പറഞ്ഞ കാര്യം ശ്രീമതി ടി ബി മിനി, ഇത് വിമത നീക്കമോ ബദൽ നീക്കമോ ഒന്നുമല്ല അമ്മയിൽ നടക്കുന്നത് എന്നാണ്. താങ്കൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? അല്ല, അങ്ങനെ ഉണ്ടായാൽ ആരെ കുറ്റം പറയാൻ പറ്റും? കാരണം അങ്ങേറ്റ അനിശ്ചിതത്വത്തിൽ യാതൊരു ഉത്തരവാദിത്വമില്ലാതെ എന്നെ നിങ്ങൾക്കറിയില്ലേ എന്ന് മാത്രം ഒരു പ്രസിഡന്റ് പറയുകയാണ്. എന്നെ നിങ്ങൾക്ക് അറിഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന മെമ്പർമാർക്ക് എന്താ ആവശ്യം? അതിന്റെ ഒരു ആവശ്യം ജനങ്ങൾക്കുമില്ല. അദ്ദേഹത്തിന് മനസ്സിലാകേണ്ടത് ഈ ഒരു സംഘടനയുടെ ഉത്തരവാദിത്വം നിർവഹിക്കുക എന്ന് പറഞ്ഞത്
ഇങ്ങനെ ഒരു എന്നെ നിങ്ങൾക്ക് അറിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമല്ലല്ലോ. സെക്രട്ടറി രാജിവെച്ചെങ്കിൽ പ്രസിഡന്റിന് അതിന് ചുമതലയുണ്ട്. ആ പ്രസിഡന്റ് ആ നിലയിൽ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. ഈ വിഷയത്തെ അഡ്രസ് ചെയ്യണം. ഹേമ കമ്മിറ്റി മുന്നോട്ട് വെച്ച വിഷയത്തെ AMMA എന്ന് പറഞ്ഞ സംഘടന ഇതുവരെ അഡ്രസ് ചെയ്തിട്ടില്ല. ഉണ്ട് എന്ന് പറയണല്ലോ. സെക്ഷൽ ഹറാസ്മെന്റ് ഉണ്ട്, ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, സ്ത്രീകൾക്ക് മെച്ചപ്പെട്ട വേതനം കിട്ടാത്ത അവസ്ഥയുണ്ട്, ജൂനിയർ ആർട്ടിസ്റ്റിനെ ദുരുപയോഗം ചെയ്യുന്ന വിഷയങ്ങളുണ്ട്. ഞങ്ങൾ ആ വിഷയത്തിൽ ഇന്ന തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഇനിമേൽ അത് അനുവദിക്കില്ല. ഞങ്ങളിൽ ആരും അതിന് കീഴ്പ്പെടില്ല. ഞങ്ങൾ അതിനെതിരായിട്ട് നിൽക്കും എന്നെങ്കിലും ഈ നടക്കും നടക്കില്ല എന്നുള്ളതല്ല, പറയാനെങ്കിലുമുള്ള ഒരു മര്യാദ അവര് കാണിക്കേണ്ടിരുന്നില്ലേ? അങ്ങനെ കാണിക്കാതെ അവരെ മുഴുവൻ ഈ മറ്റ് ഇപ്പൊ പറഞ്ഞ എന്ത് അബ്സർഡിറ്റിയാണ് രാഹുൽ ഈ പറയുന്നത്? 123 അംഗങ്ങൾക്ക് കൈനീട്ടം അയച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ നിസ്സഹായ അവസ്ഥയെ മുതലെടുത്ത് ഇങ്ങനെ സംസാരിക്കണേ എത്ര കാലമായി? അതാണോ സംഘടന? അവരുടെ നിസ്സഹായ അവസ്ഥ. കാരണം ചില ആളുകൾക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്, സിനിമ ഇല്ലാത്ത പ്രശ്നമുണ്ട്, വരുമാനം ഇല്ലാത്ത പ്രശ്നങ്ങളുണ്ട്. ഇതിനെയൊക്കെ എന്നും ഇങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നത് എന്തൊരു മോശമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഇത് മാർക്കറ്റ് ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾ മാത്രമല്ല അത് കൊടുക്കുന്നത്. അത് ഈ AMM എന്ന സംഘടന മാത്രമല്ല, എത്രയോ സംഘടനകൾ കേരളത്തിന്റെ സൊസൈറ്റിയിൽ, അസോസിയേഷനുകൾ, ട്രേഡ് യൂണിയൻസുകൾ, അവരുടെ സംഘടനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഒരു അവശത വരുന്ന സമയത്ത് ഇതൊന്നും വിളിച്ചു പറയാണ്ട് ചെയ്യുന്ന ആളുകളാണ്. അത് ഇവിടെ എല്ലാ ദിവസവും ഇത് വിളിച്ചു പറയുകയും നമ്മൾ ഉദ്ദേശിക്കുന്നത് കൈനീട്ടത്തിന്റെ വിഷയം മാത്രമല്ലല്ലോ. ഇത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു സോഷ്യൽ ഇഷ്യൂ ആണ്. ഒരു തൊഴിലിടത്തിൽ സ്ത്രീകൾ ഇത്രമാത്രം സെക്ഷൽ ഹറാസ്മെന്റിന് വിധേയമാവുക, ഡിസ്ക്രിമിനേഷന് വിധേയമാവുക, ആ തൊഴിലിടത്തിൽ ഒരു സുരക്ഷിതത്വം ഇല്ലാതിരിക്കുക, ആ വിഷയത്തെ അഡ്രസ് ചെയ്യണ സമയത്ത് അയ്യോ 10 എന്ന് പറഞ്ഞ് ഓടണെന്തിനാ? എന്ത് മര്യാദയാണ്? ശരി, രാഹുൽ ശരിയാണല്ലോ. രാഹുൽ എന്ത് പറഞ്ഞാലും AMMA എന്നേ ശ്രീമതി TB മിനി പറയുകയുള്ളൂ. മാഡത്തിന്റെ ഫ്രീഡം ആണത്. അത് മാഡത്തിന്റെ ഫ്രീഡം ആണല്ല. ഒരു പെട്ടെന്നൊരു മറുപടി. ശ്രീ സിദ്ദിഖിന്റെ പ്രസ് മീറ്റ് കണ്ടവർക്കറിയാം, മോഹൻലാലിന്റെ പത്രക്കാരോട് സംസാരിച്ച് കണ്ടവർക്കറിയാം, ഈ മോഹൻലാൽ എന്ന മഹാനടൻ ഏറ്റവും താഴ്മയോടുകൂടി ഇതിനേക്കാൾ എളിമ ഒരാൾക്ക് പറ്റില്ല, ഭൂമിയോളം താഴ്ന്നു എന്ന് പറയുകയാണ്. ഞങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് അന്യരായത്? പ്രശ്നങ്ങൾ ഉണ്ടാകാം, നമുക്ക് ഒരുമിച്ച് നിന്ന് പരിഹരിക്കാം. മോഹൻലാലിനെ പോലെ മഹാനടനടക്കം ശ്രീ സിദ്ദിഖ് 1-2 മാധ്യമപ്രവർത്തകർ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞതിന് നന്നായി ശ്രീ തിലകന്റെ മകൾ കൈകാര്യം ചെയ്തു. അവർ മനോഹരമായി കൈകാര്യം ചെയ്തു എന്ന് പറഞ്ഞു. മനോഹരം എന്ന വാക്ക് പൊളിറ്റിക്കലി കറക്റ്റ് അല്ല എന്നൊരു പെൺകുട്ടി പറഞ്ഞു. സോറി, ഞാനത് പിൻവലിക്കുന്നു. ഏറ്റവും വിനയത്തിന്റെ ഭാഷയിലും എളിമയുടെ ഭാഷയിലും അവർ തീർന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. ശ്രീ രഞ്ജിത്ത് രാജിവെച്ചില്ല, അത് കാരണം പുള്ളി കുറ്റക്കാരനാണ്. ശ്രീ സിദ്ദിഖ് രാജിവെച്ചു, അത് കാരണവും പുള്ളി കുറ്റക്കാരനാണ്. രാജിവെച്ചാ കുറ്റം, രാജിവെച്ചില്ലെങ്കിൽ കുറ്റം. എന്ത് ചെയ്താലും ഇവരെല്ലാം കുറ്റം പറയുന്ന ഒരു മനോഭാവം ശരിയാണോ? ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് ശ്രീമതി മിനി മാഡത്തിന്റെ ലീഗൽ പൊസിഷൻ അറിയേണ്ടതാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലും അവസാനം വന്ന വിധിയിൽ 7-ാം പേജ് 7-ാം പാരാഗ്രാഫ് 2-ാം ഉപഖണ്ഡികയിൽ ആരോപിതരുടെ പേര് കൂടി വെളിയിൽ വിടണമെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി എഴുതി വെച്ചിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഹേമ കമ്മിറ്റിയുടെ ഒരു പോസിറ്റീവ് ഇഫക്റ്റും കൂടെയാണ്. വെറുതെ ആരോപണം വെച്ച ആൾക്കാരെ തേജോവധം ചെയ്യാനും വ്യാജ പരാതികളിൽ ആൾക്കാരെ കൊടുക്കാനും നിവിൻ പോളിയെ പോലെയൊക്കെയുള്ള ആൾക്കാരെ കൊടുക്കാനും ശ്രമിക്കുന്നതിന് കേരള സമൂഹം ഇന്ന് ജാഗരൂകരാണ്. അപ്പൊ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലും ഞാനടക്കം ഞങ്ങളെ പോലെ സാധാരണക്കാരടക്കം പറയുന്ന വാദഗതി കേട്ടുകൊണ്ട് ആരോപിതരുടെ പേര് പോലും വെളിയിൽ പറയരുത് എന്ന നിലപാടിലേക്ക് ഒരു വിധിന്യായത്തിൽ വന്നിരിക്കുകയാണ്. ഇതൊക്കെ ഹേമ കമ്മിറ്റിയുടെ പോസിറ്റീവ് ആണ്. അതൊക്കെ കേരള സമൂഹത്തിന് പൊതുവെ